ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫലനോപ്സിസ് ഓർക്കിഡുകളിൽ ഉണ്ടാകുന്ന കിക്കി അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു തൈകൾ എങ്ങനെ സക്സസ്ഫുള്ളി വേറൊരു പോട്ടിലേക്ക് നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ വാങ്ങുന്ന പ്ലാന്റിൽ ഒരു കിക്കി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫലനോപ്സിസ് പ്ലാന്റിൽ ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞ് ഒരു പുതിയ കുഞ്ഞ് തൈ ഉണ്ടാവുമ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊരു ലോട്ടറി അടിച്ച് സന്തോഷമൊക്കെ ഫീൽ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ പൂ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യത്തെ പൂവെന്നല്ല, ഫലനോപ്സിൽ പൂ ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ ആ തണ്ട് വെട്ടിക്കളയാറില്ല. ഉണങ്ങി പൂവാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ തണ്ട് വെട്ടിക്കളയുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്ന് പുതിയ ബഡ്ഡുകളോ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ആ ഉണങ്ങിയ ഭാഗം അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ അതിന് തൊട്ട് മുൻപുള്ള നോഡിൽ നിന്ന് പുതിയൊരു ബഡ് വന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ബഡ് വരുന്നതിന് പകരം ചിലപ്പോൾ നമുക്കൊരു തൈ ആയിരിക്കാം ആ ഒരു നോഡിൽ നിന്ന് വരിക. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാതിരിക്കുമ്പോൾ ആ ഒരു ഫ്ലവർ സ്പൈക്ക് ഇതുപോലെ നീണ്ടു വന്ന് അതിൽ നമുക്ക് നല്ലൊരു തൈ ഉണ്ടായി കിട്ടും. അങ്ങനെ നമ്മുടെ ഫലനോപ്സിസിൻ്റെ സെയിം വെറൈറ്റി തന്നെ നമുക്ക് പുതിയൊരു തൈയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കിക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ നല്ല പോലെ വളർന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം നീളത്തിലുള്ള 2 റൂട്ടുകളും ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഇതുപോലുള്ള കിക്കീസ് അടർത്തി മാറ്റേണ്ടത്, കട്ട് ചെയ്ത് മാറ്റേണ്ടതെന്ന് പലർക്കും അറിയില്ല. ഇതിപ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ വേറൊരു പ്ലാന്റിലുള്ള കിക്കിയാണ്. പക്ഷേ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം റൂട്ട്സ് ഒന്നും ഫോം ചെയ്ത് വന്നിട്ടില്ല. 3 ചെറിയ ലീഫുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നേരം നമുക്ക് തിക്ക് നിരക്ക് കൂട്ടിയിട്ട് നമുക്ക് പ്ലാന്റ് കട്ട് ചെയ്ത് മാറ്റി ഒന്നും ചെയ്യരുത്. നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്ന നേരത്ത് അല്ലെങ്കിൽ കിക്കി മദർ പ്ലാന്റിൽ നിന്ന് അടർത്തി മാറ്റുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 4 ലീഫും അതേപോലെ തന്നെ കുറച്ച് റൂട്ടുകൾ, 1-2 റൂട്ടുകളല്ല, അത്യാവശ്യം പ്ലാന്റിന് പുതിയതായി നമ്മൾ മാറ്റി വെക്കുമ്പോൾ മദർ പ്ലാന്റിൻ്റെ സഹായം ഇല്ലാണ്ട് തന്നെ അവർക്ക് സ്വയം വളരാൻ കേപ്പബിൾ ആവുന്ന രീതിയിൽ ഒരു 3-4 റൂട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടർത്തി മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെരിഗേറ്റഡ് ഫലനോപ്സിസിൻ്റെ കിക്കി മാറ്റാനായിട്ടില്ല. ആൾക്കൊരു കുഞ്ഞു റൂട്ട് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെ റൂട്ടൊക്കെ വന്നിട്ട് നമുക്ക് പതുക്കെ മാറ്റാം. ഈ കാണുന്ന നമ്മുടെ ഫലനോപ്സിസിൻ്റെ കിക്കിയൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫുകളും അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് 4-5 റൂട്ടുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ കട്ട് ചെയ്ത് മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. ഈ ഒരു കിക്കി നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട്, നല്ല റൂട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിൻ്റെ കിക്കി എങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞാൽ, ഇതേപോലെ നിൽക്കുന്ന നമ്മുടെ കിക്കീസ് ഞാൻ ഈ വിരൽ വെച്ചിട്ടുള്ള നമ്മുടെ തമ്പ് വെച്ചിട്ടുള്ള അവിടെ വെച്ചിട്ട് നമുക്ക് അടിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക. അതായത് ആ ഒരു സ്റ്റെമ്മുമ്മലാണല്ലോ ഈ ഒരു കിക്കി നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സ്റ്റെമ്മോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ പ്ലാന്റിനെ കട്ട് ചെയ്തെടുക്കാം, അടർത്തി മാറ്റുന്നതിന് പകരം. കാരണം ആ ഒരു തണ്ടിൽ നിന്ന് നമുക്ക് ആ ഒരു തൈ അടർത്തി മാറ്റുന്നതിന് പകരം ഒരു 2 ഇഞ്ച് താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ പ്ലാന്റിൻ്റെ ഓൾറെഡി അവർ ആ ഒരു കിക്കി വെയിറ്റ് കൂടിയിട്ട് തണ്ടിൽ നിന്ന് സ്വയം അടർന്ന് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നത് നമ്മളിവിടെ കാണിക്കുന്നില്ല. കിക്കി തനിയെ അടർന്ന് പോന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടർന്ന് പോകുന്ന ഒരു ഭാഗത്തുള്ള ഒരു മുറിവെല്ലാം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെമ്മ് നോക്കിയാൽ കാണാം, ആ ഒരു സ്റ്റെമ്മിൽ ആ ഒരു മഞ്ഞ കളറായിരിക്കുന്നത് അത് നിന്ന ആ ഒരു സ്റ്റെമ്മാണ്. അപ്പോൾ അത് തനിയെ ഒടിയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന നേരത്ത് കത്രിക സ്റ്റെറിലൈസ് ചെയ്യുക. ഏത് സ്റ്റെമ്മിലാണോ നിൽക്കുന്നത് ആ സ്റ്റെമ്മിൻ്റെ ഒരു 2 ഇഞ്ച് താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ആ കട്ട് ചെയ്ത പോർഷനിൽ നമുക്ക് സാഫോ അല്ലെങ്കിൽ കറുവപ്പട്ടയുടെ നീരോ കറുവപ്പട്ടയുടെ നീരല്ല കേട്ടോ, കറുവപ്പട്ടയുടെ പൊടിയോ നമുക്ക് പരട്ടി കൊടുക്കാം. എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത കിക്കിയുടെ അറ്റത്തും നമുക്ക് ഇതേപോലെ സാഫ് അല്ലെങ്കിൽ കറുവപ്പട്ടയുടെ പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കിക്കി പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വലിയ പോട്ട് അല്ലെങ്കിൽ നമ്മളൊരു മദർ പ്ലാന്റ് പോട്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു റൗണ്ട് പോട്ടൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കുഞ്ഞ് കിക്കി വളർന്ന് വലുതാവുന്ന വരെ നമുക്ക് അതിന് പാകമായിട്ടുള്ള ഒരു ചെറിയ പോട്ട് തന്നെ എടുത്താൽ മതിയാവും. അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള ഡ്രൈനേജ് ഹോള്, വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ ഇടവരാത്ത രീതിയിലുള്ള ഡ്രൈനേജ് ഹോളുള്ള പോട്ട് എടുക്കുക. ചുറ്റും ഹോളുകളുള്ള പോട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്കിത് കിക്കിയാണ് അടുത്തൊരു പോട്ട് സൈസിലോട്ട് മാറ്റേണ്ടത് കൊണ്ടാണ് നമ്മൾ ചുറ്റും ഹോളുള്ള പോട്ട് എടുക്കാത്തത്. കാരണം ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ റൂട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പോട്ട് മാറ്റുന്ന സമയത്ത് റൂട്ട് ഡാമേജ് ഇല്ലാതെ എടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അടിയിൽ മാത്രം ഹോളുള്ള പോട്ട് എടുത്തിട്ടുള്ളത്.
അതേപോലെ പോട്ടി മിക്സ് ആയിട്ട് നമ്മളിവിടെ കരി മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വാഷ് ചെയ്തെടുത്തിട്ടുള്ള കരി. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുന്ന നേരത്ത് ഈ റൂട്ട്സൊക്കെ ഒരുപാട് ഈ കരിയുടെ അടിയിലേക്ക് പോകാൻ ഇടവരരുത്. കാരണം നല്ല രീതിയിൽ കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് ഹാപ്പി ആയിട്ട് നിന്നിരുന്ന കിക്കിയാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ പോട്ടിലോട്ട് എടുത്ത് വെച്ച് ഈ റൂട്ടൊക്കെ നമ്മുടെ പോട്ടിൻ്റെ ഉള്ളിലായി പോവരുത്. ഏരിയൽ റൂട്ടുകളാണ്. അപ്പോൾ പരമാവധി റൂട്ടുകളൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ പോട്ട് ചെയ്യുക. എന്നാൽ നമ്മുടെ പ്ലാന്റ് ആ ഒരു പോട്ടിൽ കിടന്ന് ആകെ ഇളകുന്ന രീതിയിൽ നമ്മൾ നനയ്ക്കുമ്പോഴൊക്കെ ഇളകുന്ന രീതിയിലാവാതെ ിരിക്കാനും ശ്രദ്ധിക്കുക. റൂട്ടുകളൊക്കെ മാക്സിമം പുറത്തോട്ട് തന്നെ നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ പോട്ട് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടാണ് നമ്മൾ നമ്മുടെ കിക്കി പോട്ട് ചെയ്തത്. നമ്മുടെ ആ ഒരു പ്ലാന്റ് പോട്ടിൽ കിടന്ന് ആടരുത്. അതേസമയം റൂട്ടുകളൊക്കെ മാക്സിമം പുറത്ത് തന്നെ നമ്മൾ വിട്ടിട്ടുണ്ട്. ഏരിയൽ റൂട്ടുകൾക്കൊക്കെ വായുവിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളമൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി നമ്മളതൊക്കെ പുറത്ത് തന്നെ വിട്ടിട്ടുണ്ട്. നല്ല ചൂടുള്ള സമയങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കരി മാത്രം യൂസ് ചെയ്ത് പോട്ട് ചെയ്ത ഫലനോപ്സിസ് 2 നേരം നനയ്ക്കാൻ ശ്രമിക്കുക. കൂമ്പിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും പ്രത്യേകം നമ്മൾ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഉള്ളതല്ലാതെ പുതിയ റൂട്ടോ അല്ലെങ്കിൽ നമ്മുടെ അപ്പോൾ ഉള്ള ആ റൂട്ടിന് ഗ്രോത്തോ ഒക്കെ വന്നതിന് ശേഷം ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്തു തുടങ്ങുക ഗ്രോത്തിനുള്ളത്. ഇതേപോലെ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പോട്ട് ചെയ്ത നമ്മുടെ ഒരു കിക്കിയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സ്പാഗ്നമോസ് ഒക്കെ ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ റൂട്ടൊക്കെ കരിയിലേക്കൊക്കെ പിടിച്ചു. പുതിയ റൂട്ടുകളൊക്കെ ഫോം ചെയ്ത് ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫലനോപ്സിസ് അത്യാവശ്യം വളർന്ന് വലുതാവുന്ന വരെ അത്യാവശ്യം നല്ല ഒരു ഷെയ്ഡിൽ തന്നെ വെച്ച് വളർത്താൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഫലനോപ്സിസിന് കൂളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കൂടുതൽ ഇഷ്ടം. ഫ്ലവർ ചെയ്യാനുള്ള ടൈം ആകുമ്പോൾ മാത്രം നമ്മൾ കൂടുതൽ വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് നമ്മുടെ പ്ലാന്റ് മാറ്റിയാൽ മതി. മറ്റു ഓർക്കിഡുകളെ അപേക്ഷിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റും അതുപോലെ തന്നെ ചൂടൊക്കെ കുറവ് മതിയെങ്കിലും തീരെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഓർക്കിഡുകൾ പോലെ തന്നെ നമ്മുടെ ഫലനോപ്സിസും ഫ്ലവർ ചെയ്യാൻ പിന്നാക്കം നിൽക്കും. അപ്പോൾ പ്ലാന്റ് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിന് മുകളിൽ വളർന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സീസൺ ആകുമ്പോൾ നമ്മുടെ പ്ലാന്റിന് ഫ്ലവറിങ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൊടുത്ത് കുറച്ച് സൺലൈറ്റ് ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് കിട്ടുന്ന ഭാഗത്തോട്ട് വയ്ക്കും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ